Welcome students, welcome back to bkzoology classes. So, നമ്മൾ reproductive health എന്ന നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററായ reproductive health ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. reproductive healthൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് reproductive healthൻ്റെ ബാക്കിയുള്ള പോർഷനാണ്. ആൻഡ് ദർ ഇസ് ദ കോൺട്രാസെപ്ഷൻ. കോൺട്രാസെപ്ഷൻ എന്താണെന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആണ്, പോപ്പുലേഷൻ വാസ്റ്റ് ഇൻക്രീസിങ് ആണ്. സോ ആ പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഫെർട്ടിലൈസേഷനെ അല്ലെങ്കിൽ പ്രഗ്നൻസിനെ പ്രിവെൻറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് പ്രിവെൻഷൻ ഓഫ് കോൺസെപ്ഷൻ എന്ന് വെച്ചാൽ ഫെർട്ടിലൈസേഷൻ ആണ്. ആ കോൺസെപ്ഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡിനെയാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ആൻഡ് കോൺട്രാസെപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ഓഫ് ബർത്തിനെ കൺട്രോൾ ചെയ്യുന്നു ബൈ കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ്. അപ്പോൾ കോൺട്രാസെപ്റ്റീവ് ഡിവൈസുകൾ ഏതൊക്കെയാണെന്നാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. സോ ഒരു ഐഡിയൽ കോൺട്രാസെപ്റ്റീവിന് വേണ്ട ക്യാരക്ടേഴ്സാണ് നമുക്ക് ആദ്യം ഇവിടെ കാണിച്ചിട്ടുള്ളത്. നോക്കുക, ഐഡിയൽ കോൺട്രാസെപ്റ്റീവിന് എന്തൊക്കെ ക്യാരക്ടേഴ്സാണ് വേണ്ടത് നോക്കുക. ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി യൂസർ ഫ്രണ്ട്ലി ആവണം. സെക്കൻഡ് വൺ, ഈസിലി അവൈലബിൾ ആവണം. തേർഡ്, ഇറ്റ് ഷുഡ് ബി എഫക്റ്റീവ്. ആൻഡ് ഫോർത്ത് വൺ, ഇറ്റ് ഷുഡ് ബി റിവേഴ്സിബിൾ ആൻഡ് വിത്തൗട്ട് എനി സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാൻ പാടില്ല. ഇത് യൂസ് ചെയ്തുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത്രയുമാണ് ഒരു ഐഡിയൽ ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് ഡിവൈസിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? യൂസർ ഫ്രണ്ട്ലി. എന്താ യൂസർ ഫ്രണ്ട്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഇത് ആർക്കാണ് യൂസ് ചെയ്യേണ്ടത്? അയാൾക്ക് ഒറ്റയ്ക്ക് മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ യൂസ് ചെയ്യാൻ കഴിയണം. രണ്ടാമത്തത് ഈസിലി അവൈലബിലിറ്റി വലിയ കാര്യമാണ്. ദെൻ നെക്സ്റ്റ് എഫക്റ്റീവ്, അതായത് യൂസ് ചെയ്യുന്നത് ഫെർട്ടിലൈസേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണല്ലോ. സോ ഇത് യൂസ് ചെയ്തുകൊണ്ട് കാര്യമുണ്ടാവണം, എഫക്റ്റീവ് ആവണം. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ഇറ്റ് ഷുഡ് ബി റിവേഴ്സിബിൾ എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ് ഉപയോഗിച്ച് കോൺസെപ്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയണം. എന്നാൽ നമുക്ക് ഫെർട്ടിലൈസേഷൻ ആവശ്യമാണ്, പ്രഗ്നൻസി ആവശ്യമാണെന്ന് തോന്നുമ്പോൾ ഇത് നിർത്തിയിട്ട് അവിടെ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവാനും കഴിയണം. അത് റിവേഴ്സിബിൾ. വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി വേണ്ട എന്ന് വെക്കുമ്പോൾ ഇത് യൂസ് ചെയ്യാനും, എന്നാൽ പ്രഗ്നൻസി വേണമെന്ന് വെക്കുമ്പോൾ ഇത് ഒഴിവാക്കിയാൽ അത് പ്രഗ്നൻസി ഉണ്ടാവുകയും വേണം. സോ റിവേഴ്സിബിൾ ആവണം. ആൻഡ് ഷുഡ് ബി ലെസ് ഓർ നോ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതാണ് ക്യാരക്ടേഴ്സ് ഫോർ ആൻ ഐഡിയൽ കോൺട്രാസെപ്റ്റീവ്സ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നോർമലി ഉപയോഗിക്കുന്ന കോൺട്രാസെപ്റ്റീവ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ജനറലി ഉപയോഗിക്കുന്ന കോൺട്രാസെപ്റ്റീവ്സ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻ ടു 6 കാറ്റഗറീസ്. ആ 6 കാറ്റഗറീസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നോക്കുക, ഒന്നാമത്തത് നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡാണ്. രണ്ടാമത്തത് ബാരിയർ മെത്തേഡാണ്. മൂന്നാമത്തത് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്, IUD എന്ന് പറയുന്ന ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് ആണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, ഓറൽ പിൽസ് അല്ലെങ്കിൽ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻജെക്റ്റബിൾസ് ഓർ ഇംപ്ലാന്റ്സ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ദ സർജിക്കൽ മെത്തേഡ്. ഇങ്ങനെ 6 മെത്തേഡ്സ് ആണ് ജനറലി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി അത് നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയും. രണ്ടാമത്തത് ബാരിയേഴ്സ് ആണ്. മൂന്നാമത്തത് IUD ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. നാലാമത്തത് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്. ആൻഡ് അഞ്ചാമത്തത് ഇൻജെക്റ്റബിൾസ് ഓർ ഇംപ്ലാന്റ്സ് എന്ന് പറയും. ആറാമത്തത് സർജിക്കൽ മെത്തേഡ്. അപ്പോൾ ഇനി അവിടെ ഒന്നാമത്തെ മെത്തേഡാണ് നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയും. ഇവിടെ മീറ്റിംഗ് ഓഫ് സ്പേം ആൻഡ് ഓവത്തിൻ്റെയും സ്പേമിൻ്റെയും മീറ്റിങ്ങിനെ തടയുന്നു. ഇറ്റ് പ്രിവെൻറ്റ്സ് ദ മീറ്റിംഗ് ഓഫ് സ്പേം ആൻഡ് ഓവം. അതാണ് നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡാണെന്ന് മനസ്സിലാക്കുക. ട്രഡീഷണൽ ആണ്. ആൻഡ് അവിടെ 3 ടൈപ്പ് ഉണ്ട്. ഒന്നാമത്തത് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. രണ്ടാമത്തത് വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇൻട്രപ്റ്റസ് എന്ന് പറയും. ആൻഡ് മൂന്നാമത്തത് ലാക്ടേഷണൽ അമെനറിയ. സോ 3 മെത്തേഡ്സ് ആണ്. ഒന്നാമത്തത് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്, രണ്ടാമത്തത് വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇൻട്രപ്റ്റസ്, ആൻഡ് തേർഡ് വൺ ഈസ് ദ ലാക്ടേഷണൽ അമെനറിയ. അങ്ങനെ 3 മെത്തേഡ്സ് ആണ് നാച്ചുറൽ മെത്തേഡിലുള്ളത്. എന്നതിലൂടെ ഒന്നാമത്തത് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. അപ്പോൾ പീരിയോഡിക് ആബ്സ്റ്റിനൻസ് നോക്കുക, ഈ പിക്ചർ നോക്കുക. അവിടെ ഒരു സൈക്കിൾ കാണിച്ചിട്ടുണ്ട്. അവിടെ സൈക്കിളിൽ നോക്കുക മാർക്ക് ചെയ്തിട്ടുള്ളത് ഫെർട്ടൈൽ പീരീഡ്.
അതായത് ഓവുലേഷൻ ഉണ്ടാവുന്നത് 14th ഡേ നമുക്കറിയാം. അപ്പോൾ ഓവുലേഷൻ ഉണ്ടാവുന്നത് 14th ഡേയിലാണ്. 14th ഡേയിൽ അവിടെ ഓവ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടല്ലോ. സോ അതിൻ്റെ കുറച്ച് മുൻപുള്ള ദിവസവും കുറച്ച് ശേഷമുള്ള ദിവസവും. അപ്പോൾ ആ റൊട്ടേഷനിൽ 14th ഡേ എക്സാക്ട്ലി 14th ഡേയിൽ ആയിരിക്കില്ലല്ലോ ഓവ് ഉണ്ടാവുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. സോ അതുകൊണ്ടാണ് കുറച്ച് ദിവസം അങ്ങോട്ടും കുറച്ച് ദിവസം ഇങ്ങോട്ടും. സോ 10ാമത്തെ ദിവസം മുതൽ 17ാമത്തെ ദിവസം വരെയാണ് നമ്മൾ സാധാരണ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയും. ഫെർട്ടൈൽ പീരീഡ് കാരണം ആ സമയത്ത് ഓവ അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ അവിടേക്ക് സ്പേം വന്നു കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവാം. സോ ആ ഫെർട്ടൈൽ പീരീഡിൽ, അതായത് 10ാമത്തെ ദിവസം മുതൽ 17ാമത്തെ ദിവസം വരെയുള്ള ഫെർട്ടൈൽ പീരീഡിൽ മെയ്റ്റിംഗ്, കോയിറ്റസ് എന്ന് വെച്ചാൽ മെയിലും ഫീമെയിലും തമ്മിലുള്ള റീപ്രൊഡക്റ്റീവ് പ്രോസസ്സ് ഉണ്ടാവാതിരുന്നാൽ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കുറയും. എന്നാൽ 17ാമത്തെ ദിവസത്തിന് ശേഷം 28ാമത്തെ ദിവസം വരെ അടുത്ത മെൻസ്ട്രുവൽ സൈക്കിൾ ഉണ്ടാവുന്നത് വരെ ആ പിക്ചർ നോക്കുക. സോ അത് സേഫ് പീരീഡാണ്. അതേപോലെ 1ാമത്തെ ദിവസം മുതൽ ഒരു 4ാമത്തെ 5ാമത്തെ ദിവസം വരെ മെൻസ്ട്രുവൽ സൈക്കിൾ ഉണ്ടാവാമല്ലോ. ആ ദിവസം മുതൽ 10ാമത്തെ ദിവസം വരെ അവിടെയും സേഫാണ്. സോ ആ സേഫ് പീരീഡുകളിൽ മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യുക. ഫെർട്ടൈൽ പീരീഡിൽ റീപ്രൊഡക്ഷൻ ചെയ്യാതിരിക്കുക, മെയ്റ്റിംഗ് ചെയ്യാതിരിക്കുക. അതാണ് പീരിയോഡിക് ആബ്സിനൻസ് എന്ന് പറയുന്നത്. അതായത് മേറ്റിംഗ് ഓഫ് സ്പേം ആൻഡ് ഓം ആണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യേണ്ടത്. സോ 14th ഡേയിലാണ് ഓവുലേഷൻ ഉണ്ടാവാനുള്ള ചാൻസ്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാമല്ലോ. അതുകൊണ്ട് തന്നെ 10ാമത്തെ ദിവസം മുതൽ 17ാമത്തെ ദിവസം വരെ ആ ഒരു പീരീഡിന് ഫെർട്ടൈൽ പീരീഡ് എന്ന് പറയും. സോ ഈ ഫെർട്ടൈൽ പീരീഡിൽ മേറ്റിംഗ് ഉണ്ടാവാതിരിക്കുക. സോ ഫെർട്ടൈൽ പീരീഡിൽ മേറ്റ് ചെയ്യാതിരുന്നാൽ മറ്റ് ദിവസങ്ങളിൽ മാത്രം, ഇനി ഫെർട്ടൈൽ പീരീഡുകളിൽ മാത്രമാണ് നമ്മൾ മേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ പ്രഗ്നൻസി ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. യെസ്, അതാണ് പീരിയോഡിക് ആബ്സിനൻസ്. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇൻറപ്റ്റസ്. വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇൻറപ്റ്റസ്. കോയിറ്റസ് എന്ന് വെച്ചാൽ മേറ്റിംഗ് ആണ്. മേറ്റിങ്ങിനെ തടസ്സപ്പെടുത്തുന്നു. എങ്ങനെ? The male partner withdraws his penis from vagina before ejaculation. എന്താ ഇജാക്കുലേഷൻ എന്ന് വെച്ചാൽ? പെനിസിൽ നിന്ന് സെമൻ പുറത്തേക്ക് പോകുന്ന പ്രോസസ്സിന് പറഞ്ഞ പേരാണ് ഇജാക്കുലേഷൻ. സോ പെനിസ് വെജിനയ്ക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണ് മേറ്റിംഗ് ഉണ്ടാകുന്നത്. സോ മേറ്റിങ്ങിൻ്റെ സമയത്ത് പെനിസിൽ നിന്ന് സെമൻ, സ്പേം ഉൾപ്പെടുത്തിയുള്ള സെമൻ പെനിസിൽ നിന്ന് പുറത്തു പോകുന്നതിൻ്റെ മുൻപായിട്ട് പെനിസ് വെജൈനയിൽ നിന്നും വിഡ്രോ ചെയ്യുന്നു. അങ്ങനെ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെമൻ വെജൈനയ്ക്കകത്തേക്ക് പോകുന്നില്ല. സെമൻ പോയാലല്ലേ സെമനകത്തുള്ള സ്പേം വെജൈന വഴി, യൂട്രസ് വഴി ഫെലോപ്പിയൻ ട്യൂബിനകത്ത് കയറുള്ളൂ. അപ്പോഴല്ലേ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുള്ളൂ. സോ ഫെർട്ടിലൈസേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സെമൻ വെജിനയ്ക്കകത്തേക്ക് കളയാതിരിക്കുക. സോ സെമൻ വെജിനയ്ക്കകത്തേക്ക് എൻട്രി ചെയ്യാതിരിക്കാൻ വേണ്ടി വിഡ്രോവൽ ഓഫ് ദ പെനിസ് ബിഫോർ ഇജാക്കുലേഷൻ. ആ കണ്ടീഷനെ പറഞ്ഞ പേരാണ് വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇൻറപ്റ്റസ് എന്ന് പറയും. യെസ്, അപ്പോൾ വിഡ്രോവൽ ഓഫ് ദ പെനിസ് ബിഫോർ ഇജാക്കുലേഷൻ. യെസ്, ദ നെക്സ്റ്റ് വൺ ഈസ് ദ third method is the lactational amenorrhea. Amenorrhea, പേര് നോക്കുമ്പോൾ ഓർമ്മിക്കുക, amenorrhea. Amenorrhea means no menstruation. Lactational amenorrhea, നമുക്കറിയാം ലാക്ടേഷൻ എന്ന് വെച്ചാൽ എന്താ? സെക്രീഷൻ ഓഫ് മിൽക്കാണ്. സോ മിൽക്ക് സെക്രീഷൻ ഉണ്ടാവുന്ന സമയത്ത് ദർ ഈസ് നോ മെൻസ്ട്രുവൽ സൈക്കിൾ. മീൻസ് ഒരു ലേഡി പ്രസവിച്ച് കഴിഞ്ഞ് കുട്ടീനെ ഫീഡ് ചെയ്യുന്നു. ആ കണ്ടീഷനാണ് ലാക്ടേഷൻ എന്ന് പറയുന്നത്. ഇൻറ്റൻസ് ലാക്ടേഷൻ ഉണ്ടാവുന്ന സമയത്ത് മെൻസ്ട്രുവൽ സൈക്കിൾ ഉണ്ടാവില്ല. സോ ആ കുട്ടീനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ചാൻസ് കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ മെൻസ്ട്രുവൽ സൈക്കിളും ഓവുലേഷനും സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. സോ ദർ ഇസ് നോ മെൻസ്ട്രുവൽ സൈക്കിൾ ആൻഡ് ദർ ഇസ് നോ ഓവുലേഷൻ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇൻറ്റൻസ് ലാക്ടേഷൻ, ബട്ട് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി അപ് ടു 6 months. സോ 6 മാസക്കാലം വരെ അപ്ലിക്കബിൾ ആണ് എന്ന് കരുതാം. ആൻഡ് ബട്ട് ദർ ഇസ് എ ചാൻസ് ഓഫ് റിസ്ക്. കാരണം ചില ആളുകളിൽ അതിന് മുമ്പേ മെൻസ്ട്രുവൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്, നമുക്കറിയില്ല അത്. സോ ജനറലി പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ഓൺലി അപ് ടു 6 months. കണ്ടീഷൻ പറഞ്ഞ പേരാണ് ലാക്ടേഷണൽ അമെനറിയ. സോ ദർ ഇസ് നോ മെൻസ്ട്രുവൽ സൈക്കിൾ ആൻഡ് നോ ഓവുലേഷൻ ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇൻറ്റൻസ് ലാക്ടേഷൻ. സോ ഒരു ലേഡി പ്രസവിച്ച് ആ കുട്ടീനെ മിൽക്ക് ഫീഡ് ചെയ്യുന്ന, ഇൻറ്റൻസ് ആയിട്ട് ഫീഡ് ചെയ്യുന്ന ആ സമയത്ത് മീൻസ് 6 months വരെ മെൻസ്ട്രുവൽ സൈക്കിൾ ഉണ്ടാവില്ല. സോ ഓവത്തിനെ റിലീസ് ചെയ്യുന്നില്ല. സോ അവിടെ ഫെർട്ടിലിറ്റി ഉണ്ടാവില്ല. യെസ്, അതാണ് ആ കണ്ടീഷൻ. സോ ഈ 3 മെത്തേഡ്സ് ആണ് നാച്ചുറൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഒന്നാമത് പീരിയോഡിക് ആബ്സിനൻസ് ആണ്, രണ്ടാമത്തത് വിഡ്രോവൽ ഓർ കോയിറ്റസ് ഇൻറപ്റ്റസ് ആണ്, മൂന്നാമത്തത് ലാക്ടേഷണൽ അമെനറിയ ആണ്. ഒന്നാമത്തെ മെത്തേഡാണ് പീരിയോഡിക് ആബ്സിനൻസ് എന്ന് വെച്ചാൽ
ആ പീരീഡ്സ് നോക്കുക. ദാറ്റ് മീൻസ് 10ാമത്തെ ദിവസം മുതൽ 17ാമത്തെ ദിവസം വരെയാണ് ഓവം റിലീസ് ചെയ്യാനുള്ള ചാൻസ്. സോ ആ സമയത്ത് മേറ്റിംഗ് ചെയ്യാതിരിക്കുക. മറ്റ് സമയങ്ങളിൽ മേറ്റിംഗ് ചെയ്താൽ അവിടെ ഓവം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവില്ല. ഇനി രണ്ടാമത്തെ എന്താ? കോയിറ്റസ് ഇൻട്രപ്റ്റസ് ഓർ വിഡ്രോവൽ ഓഫ് ദ പെനിസ് ബിഫോർ ഇജാക്കുലേഷൻ. പെനിസിൽ നിന്ന് സെമൻ പുറത്തു പോകുന്നതിന് മുമ്പേ പെനിസ് വെജൈനയിൽ നിന്ന് വിഡ്രോ ചെയ്യുക. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ ലാക്ടേഷണൽ അമെനറിയ. ദാറ്റ് മീൻസ് ഇൻറ്റൻസ് ലാക്ടേഷനുള്ള സമയത്ത് മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാവില്ല, ഓവുലേഷൻ ഉണ്ടാവില്ല. സോ ആ സമയത്ത് ഓവുലേഷൻ ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ അവിടേക്ക് സ്പേം ചെന്നാൽ പോലും ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുന്നില്ല. യെസ്, ഇത് മൂന്നുമാണ് എന്ത്? നാച്ചുറൽ മെത്തേഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയും. യെസ്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ബാരിയേഴ്സ് എന്ന് പറയും. ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബാരിയറാണ് സ്പെർമിൻ്റെയും ഓവത്തിൻ്റെയും മീറ്റിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ബാരിയേഴ്സ് ആണ്. യെസ്, അവിടെ ഫസ്റ്റ് വൺ ഈസ് കോണ്ടംസ്. ഇത് ജനറലി അറിയാവുന്നതാണ് കോണ്ടം എന്ന് പറയുമ്പോൾ മെയിൽ കോണ്ടം ഉണ്ട്, ഫീമെയിൽ കോണ്ടം ഉണ്ട്. മെയിൽ ഉപയോഗിക്കുന്ന മെയിലിൻ്റെ പെനിസിനെ കവർ ചെയ്യുന്ന മെയിൽ കോണ്ടം ഉണ്ട്. ആൻഡ് ഫീമെയിലിൻ്റെ വെജൈനയ്ക്കകത്ത് ഇൻസേർട്ട് ചെയ്യുന്ന ഫീമെയിൽ കോണ്ടം ഉണ്ട്. ദേ ആർ മെയ്ഡ് ഓഫ് റബ്ബർ ഓർ ലാക്ടെക്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സോ മെയിലിൻ്റെ പെനിസിനെ കവർ ചെയ്യുന്ന മെയിൽ കോണ്ടം ആകാം, അല്ലെങ്കിൽ ഫീമെയിലിൻ്റെ വെജൈനയെ കവർ ചെയ്യുന്ന ഫീമെയിൽ കോണ്ടം ആകാം. ആൻഡ് ഫീമെയിൽ കോണ്ടത്തിന് പറഞ്ഞ പേരാണ് ഫെമിഡം. ഇപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്, മെയിൽ കോണ്ടവും കാണിച്ചിട്ടുണ്ട്, ഫീമെയിൽ കോണ്ടവും കാണിച്ചിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ പേര് പ്രത്യേകത ഉണ്ട്, ഇറ്റ് പ്രിവെൻറ്റ്സ് STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല ഇത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അത്രയുമാണ് കോണ്ടംസ്. ഇനി കോണ്ടംസ് കഴിഞ്ഞാൽ ബാരിയേഴ്സിൽ വരുന്നതാണ് നെക്സ്റ്റ് വൺ ആണ് ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്സ് അല്ലെങ്കിൽ വോൾസ് എന്ന് പറയും. സെർവിക്കൽ ക്യാപ്സ്, വോൾസ്, അതേപോലെ ഡയഫ്രംസ്. ആൻഡ് ദേ ആർ ഓൾസോ മെയ്ഡ് ഓഫ് റബ്ബർ ഓർ ലാറ്റക്സ്. ആൻഡ് ഇറ്റ് ഈസ് ജനറലി കവറിങ് ദ cervix ഓഫ് ഫീമെയിൽ. കാരണം ഫീമെയിലിൻ്റെ യൂട്രസിൻ്റെയും വെജൈനയുടെയും ഇടയ്ക്കുള്ള ഭാഗമാണ് സെർവിക്സ്. സോ സെർവിക്സിനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വെജൈനൽ സ്പേം വന്നാൽ പോലും അത് യൂട്രസിനകത്തേക്ക് വരുന്നില്ല. സോ ഇറ്റ് ബ്ലോക്സ് ദ എൻട്രി ഓഫ് സ്പേം ഇൻ ടു ദ യൂട്രസ്. അപ്പോൾ ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്സ് ഓർ വോൾട്സ് എന്ന് പറയും. ഇനി ഇതിൻ്റെ കൂടെ സ്പെർമിസൈഡൽ ക്രീംസ്, ജെല്ലീസ്, ഫോംസ്, ഇതൊക്കെ തന്നെ ബാരിയേഴ്സിൻ്റെ കൂടെ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. യെസ്, അപ്പോൾ അത്രയുമാണ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ബാരിയേഴ്സ് പറഞ്ഞത്? ഒന്നാമത്തത് കോണ്ടംസ് ആണ്. കോണ്ടംസ് എന്നാൽ മെയിൽ കോണ്ടംസ് ഉണ്ട്. മെയിലിൻ്റെ പെനിസിനെ കവർ ചെയ്യുന്ന മെയിൽ കോണ്ടം ആകാം, അല്ലെങ്കിൽ ഫീമെയിലിൻ്റെ വെജിനെ കവർ ചെയ്യുന്ന ഫെമിഡം, ഫീമെയിൽ കോണ്ടംസ് ആവാം. ഇറ്റ് പ്രിവെൻറ്റ്സ് STD. യെസ്. ദ നെക്സ്റ്റ് ഡയഫ്രംസ്, സെർവിക്കൽ ക്യാപ്സ് അല്ലെങ്കിൽ വോൾട്സ് എന്ന് പറയും. ഇറ്റ് കവേഴ്സ് ദ സെർവിക്സ് ഓഫ് ഫീമെയിലിൻ്റെ ബോഡിക്ക് അത് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ മെയ്ഡ് ഓഫ് റബ്ബർ ഓർ ലാറ്റക്സ്. And then there is spermicidal creams, jellies or foams എന്നൊക്കെ പറയും. it increases the efficiency of barriersൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ബാരിയേഴ്സിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ് എന്ത്? spermicidal creams, jellies, foams ഒക്കെ. Then the next one is IUD, intrauterine devices. യൂട്രസിനകത്ത് ഇൻസേർട്ട് ചെയ്യേണ്ടതാണ്. And it should be inserted by a doctor or nurse. An expert type person should be inserted in the uterus through vagina. And there are 3 types of IUDs. ഒന്ന് നോൺ മെഡിക്കേറ്റഡ് IUD, രണ്ടാമത്തത് കോപ്പർ റിലീസിങ് IUD, ആൻഡ് മൂന്നാമത്തത് ഹോർമോൺ റിലീസിങ് IUD. നോൺ മെഡിക്കേറ്റഡ്, കോപ്പർ റിലീസിങ് ആൻഡ് ഹോർമോൺ റിലീസിങ്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് ദ നോൺ മെഡിക്കേറ്റഡ് IUD. The non-medicated IUD, it increases the phagocytosis of sperms. സ്പേംസിൻ്റെ ഫാഗോസൈറ്റോസിസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് സ്പേംസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന ആളാണ് നോൺ മെഡിക്കേറ്റഡ് IUD. എൻ്റെ എക്സാമ്പിളാണ് ലിപ്പീസ് ലൂപ്പ്. ഇനി രണ്ടാമത്തതാണ് കോപ്പർ റിലീസിങ് IUD. ഇറ്റ് ഡിക്രീസസ് ദ മൊബിലിറ്റി ഓഫ് സ്പേംസിൻ്റെ മൂവ്മെൻറ്റ് കുറയ്ക്കുന്നു. അതിന് എക്സാമ്പിളാണ് കോപ്പർ T, കോപ്പർ 7, മൾട്ടിലോഡ് 375. സോ കോപ്പർ അയോൺസ് റിലീസ് ചെയ്യുന്ന ആളാണ് കോപ്പർ റിലീസിങ് IUD. ദ കോപ്പർ അയോൺസ് സപ്രസ് ദ സ്പേം മൊബിലിറ്റി, സ്പേമിൻ്റെ മൂവ്മെൻറ്റ് കുറയ്ക്കുന്നു. ആൻഡ് ഓൾസോ ഇറ്റ് ഡിക്രീസസ് ദ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഓഫ് സ്പേംസ്. And examples are copper T, copper 7, multi-load 375. And the next one is the hormone releasing IUD. Hormone releasing release and it makes the uterus unsuitable for implantation. Uterus not implantation prevent and it makes the cervix hostile to sperms. And IUDs are generally females
പ്രിഫർ ചെയ്യുന്നൊരു മെത്തേഡാണ്. ആൻഡ് എക്സാമ്പിൾസ് ആണ് ഹോർമോൺ റിലീസിങ് IUD എക്സാമ്പിളാണ് പ്രൊജസ്റ്റാസേർട്ട് അതേപോലെ LNG-20 പ്രൊജസ്റ്റാസേർട്ട് ആൻഡ് LNG-20. യെസ്, അപ്പോൾ അത്രയുമാണ് IUD എന്ന് പറയുന്നത്. സോ IUD ഇൻട്രാ യൂട്രൈൻ ഡിവൈസ് ആണ്. 3 ടൈപ്പാണ്: നോൺ മെഡിക്കേറ്റഡ്, കോപ്പർ റിലീസിങ് ആൻഡ് ഹോർമോൺ റിലീസിങ്. നോൺ മെഡിക്കേറ്റഡ് എന്ന് വെച്ചാൽ അവിടെ it increases the phagocytosis of sperm and the example is Lepislope. And the next one is the copper releasing IUD. It releases the copper ions and the copper ions suppress the sperm mobility, and the examples are copper T, copper 7 and multilode 375. And the next one is the hormone releasing IUD. Hormone releasing IUD makes the uterus unsuitable for implantation, and the examples are Prostassert and LNG-20. Yes. One is the oral contraceptive. Oral contraceptives അല്ലെങ്കിൽ പിൽസ് എന്ന് പറയും. ഓറൽ കോൺട്രാസെപ്റ്റീവ്, ഓറൽ അഡ്മിനിസ്ട്രേഷൻ, ദ ഓറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ സ്മോൾ ഡോസസ് ഓഫ് പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ അല്ലെങ്കിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ്റെ സ്മോൾ ഡോസസ് ഓറലി അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന, ഓറലി കഴിക്കുന്ന മെത്തേഡാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഈസ് എ കോൺട്രാസെപ്റ്റീവ് യൂഷ്വലി പ്രിഫേർഡ് യൂസ്ഡ് ബൈ ഫീമെയിൽസ്. And it should be taken, the pills should be taken continuously for a period of 21 days, and there is a gap of 7 days during which menstrual cycle. ആ menstrual cycle ഉണ്ടാവുന്ന 7 ദിവസത്തെ ഗ്യാപ്പ് ഒഴികെ ബാക്കി കണ്ടിന്യൂസ്ലി 21 ഡേയ്സും കഴിക്കേണ്ട ഒരു പില്ലാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറയുന്നത്. ആൻഡ് നവ ഡേയ്സ് ഇപ്പം റീസെൻ്റ്ലി നമുക്ക് കഴിഞ്ഞ നമ്മൾ പറഞ്ഞു സഹേലി once a week pill, CDRE സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ള ഡ്രഗ് ഉണ്ട് സഹേലി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ആ സഹേലി വൺസ് എ വീക്ക് പില്ലാണ്. ജനറലി ഉള്ള പിൽസ് എല്ലാം 21 ഡേയ്സ് കണ്ടിന്യൂസ്ലി കഴിക്കേണ്ടതാണ്. ആൻഡ് ലെസ് സൈഡ് എഫക്ട്സ് ഉള്ള മോർ എഫക്റ്റീവ് ആയിട്ടുള്ള വൺസ് എ വീക്ക് പില്ലാണ് സഹേലി, പ്രൊഡ്യൂസ്ഡ് ബൈ CDRE സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അതാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ്, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഈസ്ട്രജൻ ഓർ പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ മാത്രമാണ്. ആൻഡ് ഓറലി കഴിക്കുന്ന പില്ലാണ് കണ്ടിന്യൂസ്ലി ഫോർ 21 ഡേയ്സ്. യെസ്. നെക്സ്റ്റ് വൺ ആണ് ഇഞ്ചെക്ഷൻസ് ഓർ ഇഞ്ചെക്റ്റബിൾസ് ഓർ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്നത്. പ്രൊജസ്ട്രോൺ ഓർ എലോൺ അല്ലെങ്കിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ. നേരത്തെ പിൽസ് പറഞ്ഞതുപോലെ പ്രൊജസ്ട്രോൺ എലോൺ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ കോമ്പിനേഷനായിട്ട് സ്കിന്നിനകത്തേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുക, അതേപോലെ അവിടെ ഇംപ്ലാന്റ് ചെയ്തുകൊണ്ട് അവിടെ വെക്കുക. ഒന്നെങ്കിൽ ഇംപ്ലാന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇഞ്ചെക്റ്റ് ചെയ്യുക. അങ്ങനെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് സിമിലർ ടു പിൽസ്. ഒരു ഫീമെയിൽ ബോഡിയുടെ സ്കിന്നിനകത്ത് ഇഞ്ചെക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇംപ്ലാന്റ് ചെയ്ത് അവിടെ വയ്ക്കുകയോ ചെയ്യുന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ മാത്രമാണ് ഇഞ്ചെക്റ്റബിൾസ് അല്ലെങ്കിൽ ഇംപ്ലാന്റ്സിൽ ഉണ്ടാകും. ഇനി ഈ പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഈസ്ട്രജൻ കോമ്പിനേഷൻ it is very effective for emergency, used as an emergency contraceptive method എന്ന് പറയാം. അപ്പോൾ അതായത് ഒരു ബൈ ചാൻസിൽ എന്തെങ്കിലും കാരണം ചിലപ്പോൾ റേപ്പ് വഴിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടീഷനിൽ അങ്ങനെ എന്തെങ്കിലും അവസ്ഥയിൽ നമുക്ക് മേറ്റിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മേറ്റിങ്ങിലൂടെ പ്രഗ്നൻസി നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ വിത്തിൻ 72 ഹവേഴ്സ് നമ്മൾ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷനുള്ള ഈ പിൽസോ ഇഞ്ചെക്റ്റബിൾസോ അല്ലെങ്കിൽ IUDകളോ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രഗ്നൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. So it is used as a emergency contraceptive method. Progesterone or combination of estrogen progesterone and IUD used as a emergency contraceptive method and should be used within 72 hours of coitus. Then the last method is surgical method. Surgical method അല്ലെങ്കിൽ sterilization method എന്ന് പറയും. To prevent future pregnancies. Future pregnancies മുഴുവൻ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ that means റിവേഴ്സിബിലിറ്റി വളരെ കുറവാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ സർജിക്കൽ മെത്തേഡ് കഴിഞ്ഞാൽ തിരിച്ച് പ്രഗ്നൻ്റ് ആവണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ 2 ടൈപ്പ് മെത്തേഡാണുള്ളത്. മെയിലിൻ്റെ കണ്ടീഷനിൽ അതിനെ വാസക്ടമി എന്നും ഫീമെയിലിൻ്റെ കണ്ടീഷനാണെങ്കിൽ ട്യൂബെക്ടമി എന്നും പറയും. അപ്പോൾ നോക്കുക എന്തൊക്കെയാണ് വാസക്ടമി, എന്താണ് ട്യൂബെക്ടമി എന്ന പിക്ചർ നോക്കുക. സോ വാസക്ടമി എന്ന് വെച്ചാൽ വാസ് ഡിഫറൻസിൻ്റെ ചെറിയൊരു പാർട്ട് റിമൂവ് ചെയ്ത് അവിടെ കെട്ടിവെക്കുന്നു. പിക്ചറിൽ കാണാം. സോ വാസ് ഡിഫറൻസിൻ്റെ ഒരു പാർട്ട് റിമൂവ് ചെയ്ത് അങ്ങനെ കെട്ടിവെക്കുന്ന കണ്ടീഷനെ പറഞ്ഞ പേരാണ് വാസക്ടമി. അങ്ങനെ വാസക്ടമി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സ്പേംസ് പെനിസ് വഴി പുറത്ത് വരില്ല. സോ ടെസ്റ്റിസിൽ നിന്നുണ്ടാകുന്ന സ്പേംസ് പുറത്തേക്ക് വരുന്ന ട്രാക്റ്റാണ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. സോ സ്പേംസിനെ പുറത്തേക്ക് വരുന്നില്ല. അവിടെ
ആക്സസറി റീപ്രൊഡക്റ്റീവ് ഗ്ലാൻഡിൽ സെക്രീഷൻ പുറത്തു വരും, നമുക്കറിയാതെ. എന്നാൽ സ്പേംസ് പുറത്തു വരുന്നില്ല. സോ ഇറ്റ് പ്രിവെൻറ്റ്സ് ഫെർട്ടിലൈസേഷൻ. ഇനി രണ്ടാമത്തത് എന്താ? ട്യൂബെക്ടമി. ട്യൂബെക്ടമി മീൻസ് അവിടെ ഫലോപ്പിയൻ ട്യൂബാണ് കട്ട് ചെയ്യുന്നത്. ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്യുന്നു, ആ ഭാഗത്ത് കെട്ടിവെക്കുന്നു. സോ ഓവം പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെയാണ് അവിടെ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. മെയിലിൻ്റെ മെത്തേഡ് ആണെങ്കിൽ വാസക്ടീമിയാണ്, വാസ് ഡിഫറൻസിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് കെട്ടിവെക്കുന്നു. ആൻഡ് ഫീമെയിലിൻ്റെ മെത്തേഡാണ് ട്യൂബെക്ടമി, ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്യുന്നു. വാസക്ടമി ചെയ്താൽ സ്പേം പുറത്ത് വരുന്നില്ല, ട്യൂബെക്ടമി ചെയ്താൽ ഓവം പുറത്ത് വരുന്നില്ല. സോ സ്പേമിൻ്റെയും ഓവത്തിൻ്റെയും മീറ്റിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്തു. അപ്പോൾ അത്രയുമാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഉള്ളത്. ഒന്നാമത് നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡ്, രണ്ടാമത്തത് ബാരിയേഴ്സ്, മൂന്നാമത്തത് IUD, നാലാമത്തത് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്, അഞ്ചാമത്തത് ഇഞ്ചെക്റ്റബിൾസ് ഓർ ഇംപ്ലാന്റ്സ്, ആൻഡ് ആറാമത്തത് സർജിക്കൽ മെത്തേഡ്. ഇങ്ങനെ 6 മെത്തേഡ്സാണ് കുടിക്കാനുള്ളത്. ഒന്നുകൂടി പറയാം. ഒന്നാമത് നാച്ചുറൽ ഓർ ട്രഡീഷണൽ മെത്തേഡാണ്. നാച്ചുറൽ മെത്തേഡിൽ വരുന്ന 3 മെത്തേഡ്സ് ആണ്. ഒന്നാമത് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്, രണ്ടാമത് കോയിറ്റസ് ഇൻട്രപ്റ്റേഴ്സ്, മൂന്നാമത് ലാക്ടേഷണൽ അമെനറിയ. ആൻഡ് ഒന്നാമത് പറയുന്ന പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഫെർട്ടൈൽ പീരീഡിൽ നമുക്കറിയാം 10ാമത്തെ ദിവസം മുതൽ 17ാമത്തെ ദിവസം വരെയാണ് ഓവർ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത്. സോ ആ ഫെർട്ടൈൽ പീരീഡിൽ മേറ്റിംഗ് ഉണ്ടാവാതിരിക്കുക, ഈ സേഫായ പീരീഡിൽ മാത്രം മേറ്റിംഗ് നടത്തുക. രണ്ടാമതാണ് കോയിറ്റസ് ഇൻട്രപ്റ്റസ് ഓർ വിഡ്രോവൽ. ദിസ് വിഡ്രോവൽ ഓഫ് ദ പെനിസ് ബിഫോർ ഇജാക്കുലേഷൻ. പെനിസിൽ നിന്ന് സെമൻ പുറത്ത് വരുന്നതിന് മുമ്പേ പെനിസ് വെജൈനയിൽ നിന്നും വിഡ്രോ ചെയ്യുന്നു. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ ലാക്ടേഷണൽ അമെനറിയ. ദാറ്റ് മീൻസ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഇൻറ്റൻസ് ലാക്ടേഷൻ, ഒരു ലേഡി പ്രസവത്തിന് ശേഷം മിൽക്ക് ഫീഡ് ചെയ്യുന്ന ഇൻറ്റൻസ് ലാക്ടേഷൻ ഉണ്ടാവുന്ന 6 months വരെയുള്ള സമയത്ത് there is no menstrual cycle, so there is no ovulation. So അവിടെ സേഫ് ആണ്. ബട്ട് ഹൈലി റിസ്ക് ആണ്, കാരണം ചില ആളുകൾക്ക് ഇതിലൊക്കെ വേരിയേഷൻസ് ഉണ്ടാവാം. The next one is the barriers. Barriers എന്ന് വെച്ച് കഴിയുമ്പോൾ ബാരിയറാണ് മെയിലിൻ്റെ സ്പേമിനെയും ഫീമെയിലിൻ്റെ ഓവത്തിൻ്റെയും മീറ്റിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അവിടെ ഫസ്റ്റ് കോണ്ടമാണ്, മെയിൽ കോണ്ടം ഉണ്ട്, അതേപോലെ ഫീമെയിൽ കോണ്ടം ഉണ്ട്. ഫീമെയിൽ കോണ്ടത്തിന് പറഞ്ഞ പേരാണ് ഫെമിഡം എന്ന് പറയും. മെയിലിൻ്റെ പെനിസിനെ കവർ ചെയ്യുന്ന മെയിൽ കോണ്ടമാകാം, അല്ലെങ്കിൽ ഫീമെയിലിൻ്റെ വെജിനെ കവർ ചെയ്യുന്ന ഫെമിഡം ഫീമെയിൽ കോണ്ടമാകാം. ബാരിയേഴ്സിൽ വരുന്ന നെക്സ്റ്റ് മെത്തേഡാണ് ഡയഫ്രം സെർവിക്കൽ ക്യാബ്സ് അല്ലെങ്കിൽ വാൾസ് എന്ന് പറയും. സെർവിക്സിനെ കവർ ചെയ്യുന്നതാണ്. അവിടെ മേറ്റിംഗ് ഓഫ് സ്പേം ആൻഡ് ഓം പ്രിവെൻറ്റ് ചെയ്യുന്നു. അതേപോലെ ബാരിയേഴ്സിൻ്റെ കൂടെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് സ്പെർമിസൈഡൽ ക്രീംസ് അല്ലെങ്കിൽ ജെല്ലീസ് അല്ലെങ്കിൽ ഫോംസ് എന്നൊക്കെ പറയും. ഇതൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ബാരിയേഴ്സിൻ്റെ എഫിഷ്യൻസിനെ ഇൻക്രീസ് ചെയ്യാം. ഞാൻ അടുത്തത് വരുന്നത് നെക്സ്റ്റ് വൺ ഇസ് ദ IUD, ഇൻട്രാ യൂട്രൈൻ ഡിവൈസ്. യൂട്രസിനകത്ത് ഇംപ്ലാന്റ് ചെയ്യേണ്ട മെത്തേഡാണ്. ആൻഡ് യൂട്രസിനകത്ത് ഇംപ്ലാന്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി ഡൺ ബൈ എൻ എക്സ്പേർട്ട് പേഴ്സൺ. ആൻഡ് IUD 3 ടൈപ്പാണ്. ഒന്നാമത്തത് നോൺ മെഡിക്കേറ്റ് IUD, രണ്ടാമത് കോപ്പർ റിലീസിങ് IUD, ആൻഡ് മൂന്നാമത്തത് ഹോർമോൺ റിലീസിങ് IUD. നോൺ മെഡിക്കേറ്റ് IUD എന്ന് വെച്ചാൽ അവിടെ ഇറ്റ് ഇൻക്രീസസ് ദ ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേംസിന് ഫാഗോസൈറ്റോസിസ് ചെയ്യും. രണ്ടാമത്തത് കോപ്പർ റിലീസിങ്, കോപ്പർ അയോൺസിനെ റിലീസ് ചെയ്യുന്ന IUD ആണ്. കോപ്പർ അയോൺസിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഡിക്രീസസ് ദ സ്പേം മൊബിലിറ്റി, സ്പേമിൻ്റെ മൂവ്മെൻറ്റിനെ ഡിക്രീസ് ചെയ്യുന്നു. ആൻഡ് മൂന്നാമത്തത് ഹോർമോൺ റിലീസിങ് IUD ആണ്. ഇറ്റ് മേക്സ് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. ഫസ്റ്റ് വൺ ആയിട്ടുള്ള നോൺ മെഡിക്കേറ്റ് IUDക്ക് എക്സാമ്പിളാണ് ലിപ്പീസ് ലൂപ്പ്. കോപ്പർ റിലീസിങ് IUD എക്സാമ്പിളാണ് കോപ്പർ T, കോപ്പർ 7. ആൻഡ് മൂന്നാമത്തെ ഹോർമോൺ റിലീസിങ് IUD എക്സാമ്പിളാണ് LNG20 ആൻഡ് പ്രൊജസ്റ്റാസെർട്ട്. യെസ്. ദ നെക്സ്റ്റ് വൺ ഈസ് ദ ഓറൽ കോൺട്രാസെപ്റ്റീവ്സ്. ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് എന്ന് വെച്ചാൽ പിൽസ് ആണ്, ഓറലി കഴിക്കുന്ന പിൽസ് ആണ്. പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷനുള്ള പിൽസ് ആണ്. ഇറ്റ് വുഡ് ബി ടേക്കൺ കണ്ടിന്യൂസ്ലി ഫോർ എ പീരീഡ് ഓഫ് 21 days. ആൻഡ് നൗഡേയ്സ് ദർ ആർ once a week pills known as സഹേലി. നമ്മുടെ CDRA സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കിയുള്ള ഡ്രഗ് ആയിട്ടുള്ള സഹേലി ഈസ് ഓൾസോ അവൈലബിൾ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ ഇഞ്ചെക്റ്റബിൾസ് ഓർ ഇംപ്ലാന്റ്സ്. നമ്മുടെ സ്കിന്നിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന മെത്തേഡാണ്. ആൻഡ് ദർ ഓൾസോ ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷനാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ദ സർജിക്കൽ മെത്തേഡിനെ സ്റ്റെറിലൈസേഷൻ എന്നും പറയാറുണ്ട്. മെയിലിനുണ്ട് ഫീമെയിലിനുണ്ട്. മെയിലിൻ്റെത് ചെയ്യുകയാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് വാസക്ടമി, ഫീമെയിലിൻ്റെ ആണെങ്കിൽ ട്യൂബെക്ടമി. ഈ പിക്ചറിൽ കാണുന്നത് പോലെ മെയിലിൻ്റെ
വാസ് ഡിഫറൻസിനെ ഒരു ഭാഗം കട്ട് ചെയ്ത് അവിടെ കെട്ടിവെക്കുന്നു. അതേപോലെ ഫീമെയിലിൻ്റെ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് അവിടെ കെട്ടിവെക്കുന്നു. വാസ് ഡിഫറൻസ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ആ വാസ് ഡിഫറൻസ് വഴി സ്പേംസ് പുറത്തേക്ക് വരില്ല. അതേപോലെ ഫീമെയിലിൻ്റെ ഫെലോപ്പിയൻ ട്യൂബ് കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഓവം പുറത്തേക്ക് വരുന്നില്ല. സോ ഓവത്തിൻ്റെയും സ്പേമിൻ്റെയും മൂവ്മെൻറ്റിനെ മീറ്റിങ്ങിനെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നു. ബട്ട് റിവേഴ്സിബിലിറ്റി കുറഞ്ഞ ഒരു മെത്തേഡാണ് സർജിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ അത്രയുമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കോൺട്രാസെപ്റ്റീവ് ഡിവൈസുകൾ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതായത് നമുക്ക് ഏറ്റവും സ്യൂട്ടബിളായ മെത്തേഡ് ഏതാണെന്ന് ഒരു എക്സ്പേർട്ടായ പേഴ്സണിൻ്റെ കൺസിഡറേഷൻ വഴി സെലക്ട് ചെയ്യണം. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് സെലക്ട് ചെയ്യാൻ പാടില്ല. ആൻഡ് ദീസ് കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് ആർ നോട്ട് ഫോർ റെഗുലർ യൂസിനല്ല. നമുക്ക് ബൈ ചാൻസിൽ എന്തെങ്കിലും പേഴ്സണൽ റീസൺ കൊണ്ട് അവിടെ പ്രഗ്നൻസിനെ പ്രിവെൻറ്റ് ചെയ്യണം, ആ കണ്ടീഷനിൽ യൂസ് ചെയ്യാനുള്ളതാണ് ഈ കോൺട്രാസെപ്റ്റീവ് ഡിവൈസ്. സോ നമുക്ക് ഏറ്റവും സ്യൂട്ടബിളായ മെത്തേഡ് ഏതാണെന്നുള്ളത് ഒരു ഡോക്ടറിൻ്റെ, ഒരു എക്സ്പേർട്ട് പേഴ്സണിൻ്റെ, ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ ഹെൽപ്പോടെ ചൂസ് ചെയ്യുക. ആൻഡ് എനിവേ ഈ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡുകളുടെ വൈഡ് സ്പ്രെഡ് യൂസ് പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ എന്തായാലും കുറച്ചിട്ടുണ്ട്. ആൻഡ് ദേ ഹാവ് മെനി സൈഡ് എഫക്ട്സുകളും പലതിനും കുറവാണെങ്കിൽ പോലും സൈഡ് എഫക്റ്റുകളുണ്ട്. നോസിയ, ബ്ലീഡിങ്, ഇറഗുലർ മെൻസ്ട്രുവേഷൻ, അങ്ങനെ തുടങ്ങി ബ്രസ്റ്റ് ക്യാൻസർ വരെ പോകുന്ന പല സൈഡ് എഫക്റ്റുകളുമുണ്ട്. ആൻഡ് ഈ സൈഡ് എഫക്റ്റുകളൊക്കെ പൊതുവെ കുറവാണ്, എന്നാൽ പോലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുന്നുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഇത് ഉപയോഗിക്കുക. ആൻഡ് ഏതാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ ഹെൽപ്പോടെ മാത്രമേ ഇത് ചൂസ് ചെയ്യാൻ പാടുള്ളൂ. യെസ്, അപ്പോൾ അത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്.